ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ കഥ. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ രേവതിയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരത്തിൻ്റെ ആ ഒരു ബൈക്ക് മോഷണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അപ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി എന്ന് പറയാണ്. എന്നിട്ട് രേവതി ഇങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് കരയാണ്. അവിടേക്ക് നമ്മുടെ രവി അച്ഛൻ വരുന്നുണ്ട്. ബാക്കി എല്ലാവരും ഉള്ളിലേക്ക് പോയി. അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു. ഇതിപ്പം ചന്ദ്രയുടെ കയ്യിൽ വലിയൊരു ആയുധം കിട്ടിയതുപോലെയായി. എനിക്ക് എന്നോട് പറയാത്തത് കൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ പറയും, അത് പിന്നെ അച്ഛാ, ഇത് കല്യാണത്തിന് മുന്നേ നടന്ന കാര്യമാണ്. ഇതിന് ശേഷമാണ് രേവതിയുടെ അച്ഛൻ അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ഇമോഷണൽ. അതോടെ കഴിയട്ടെ, അത് മറക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അതോടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ വീണ്ടും അച്ഛൻ പറയും, നമ്മുടെ രവി അച്ഛൻ പറയും, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചന്ദ്ര ഇനി ചെറിയ കാര്യം കിട്ടിയാൽ തന്നെ എന്താ പറയുക, ആളി പടർത്തുന്നതാണ് ചന്ദ്ര. ഇതിപ്പം വലിയൊരു കാര്യം തന്നെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ നിസ്സഹായനാണ്, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലെങ്കിലും എന്നോട് സൂചിപ്പിക്കെങ്കിലും ചെയ്യായിരുന്നു എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോയി, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രവി അച്ഛൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ രേവതി ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കണം. പിന്നെ കാണിക്കുന്നത് അതവിടെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ രേവതിയുടെ വീട്ടിൽ ദേവു ഇങ്ങനെ കോളേജിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. രേവതിയുടെ അമ്മ ഇങ്ങനെ എന്താ പറയുക, മുരിങ്ങയിലയുടെ ചപ്പിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അമ്മ പറയുന്നുണ്ട്, രേവതി എപ്പോഴും രാവിലെ വിളിക്കുന്നതാണല്ലോ, ഇന്ന് രാവിലെ വിളിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഇങ്ങോട്ട് വിളിച്ചില്ല അങ്ങോട്ട് വിളിച്ച് നോക്കണമെന്ന് ഇങ്ങനെ പറയാം. അങ്ങനെ രേവതിയുടെ അമ്മ രേവതി ഇങ്ങോട്ടേക്ക് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ രേവതി എന്നിട്ട് ഫോൺ എടുക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, എന്തേ നിൻ്റെ വിളി കാണുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചതെന്നിങ്ങനെ രേവതിയുടെ അമ്മ പറയും. അപ്പോൾ രേവതി പറയും, അത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഇങ്ങനെ പറയും. രേവതിക്കാണെങ്കിൽ ഇങ്ങനെ വിഷമം കൊണ്ട് ഇങ്ങനെ കരയാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്, കരച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തോ ഡൗട്ട് തോന്നി അമ്മയ്ക്ക്. എന്നിട്ട് അമ്മ ഇങ്ങനെ ചോദിക്കും, എന്തേ നിൻ്റെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്, എന്തേ നീ കരയണമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം തന്നെ രേവതി പൊട്ടിപ്പോവും, കരച്ചിൽ തുടങ്ങും. എന്നിട്ട് ഞങ്ങളിങ്ങനെ അപമാനിക്കാൻ മാത്രം ഞാൻ എന്ത് കുറ്റം ഇവരോട് ചെയ്തത്, എന്ത് ദ്രോഹം ചെയ്തു, ഒരു നോട്ടം കൊണ്ടോ വാക്ക് കൊണ്ടോ ഞാൻ ഇവരൊന്നും ഉപദ്രവിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ലായിരുന്നു അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ രേവതി കരയും. അപ്പോൾ എന്തിനാ മോളെ നീ കരയുന്നത്, എന്താ സച്ചി എന്തെങ്കിലും പറഞ്ഞോ, ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞോ, എന്തിനാ നീ കരയുന്നത് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പുറത്തുനിന്ന് രേവതിയുടെ അമ്മ ചോദിക്കും. അപ്പോൾ ദേവുവിന് എന്തോ ഒരു കുഴപ്പം തോന്നും. എന്നിട്ട് ഇങ്ങനെ രേവതി കാര്യം പറയും, സച്ചിയായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. എന്നിട്ട് കാര്യം പറയും, ശരത്ത് ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ച കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞു അമ്മയെന്ന് ഇങ്ങനെ പറയും. അപ്പം തന്നെ അവിടെ അമ്മക്ക് കാര്യം മനസ്സിലാവും, അതിൻ്റെ സീരിയസ്നെസ്. അയ്യോ, എന്ത് പാവ ചെയ്തത്, ചെറിയൊരു കാര്യം കിട്ടാൻ തന്നെ ചന്ദ്ര വീടില്ല, ഇതിപ്പം വലിയൊരു കാര്യം തന്നെയായെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ. എന്നിട്ട് പിന്നെ അച്ഛനോട് എന്തേ സൂചിപ്പിക്കാതിരുന്നത്, എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞതും രേവതി അങ്ങോട്ടേക്ക് പറയും. അത് കേട്ടപ്പോഴേ എനിക്ക് കൂടുതൽ സങ്കടം വന്നെന്നിങ്ങനെ രേവതി പറയും. എന്നിട്ട് രേവതി ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ അമ്മ ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് നമ്മുടെ ദേവ് ചോദിക്കും, എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്, എന്താ ചേച്ചി എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറയും, ശരത്ത് ബൈക്ക് മോഷ്ടിച്ച കാര്യം അവിടെ എല്ലാവരും അറിഞ്ഞു എന്നിങ്ങനെ പറയും. ദേവി ഇങ്ങനെ പറയും, അയ്യോ ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇപ്പം എങ്ങനെയാണ് അറിഞ്ഞത്, ആരാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇതേ ചോദ്യം നമ്മുടെ രേവതിയുടെ അമ്മ രേവതിയോടും ചോദിച്ചിരുന്നു. അപ്പോൾ പോലീസുകാർ വന്നിട്ട് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതെന്നിങ്ങനെ രേവതി പറയും. അതിനെ ദേവിയോടും പറയും. എന്നിട്ട് അപ്പോഴത്തേക്ക് ശരത്ത് വരും. എന്തിനാ അമ്മ ഇങ്ങനെ കരുതുന്നതെന്ന് ചോദിക്കും. അപ്പം തന്നെ ശരത്തിനോട് ദേഷ്യം വരും, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ എന്താ ഇങ്ങനെ കാര്യം എന്നിങ്ങനെ ചോദിക്കും. ശരത്തിനിങ്ങനെ ആദ്യം അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, നീ ബൈക്ക് മോഷ്ടിച്ച കാര്യം അവരെല്ലാവരും അറിഞ്ഞു, രേവതി ഇപ്പം നിൻ്റെ ചേച്ചി അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവനെ വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ശരത്തിന് സങ്കടം, ഇനി അടിക്കില്ലെന്നൊക്കെ ദേവ് പറയും. അവനതിൽ കുറ്റബോധമുണ്ട്, അമ്മ ഇങ്ങനെ അടിക്കല്ലേ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അവൻ അറിയാതെ ചെയ്തതല്ലേ, പിന്നെ അവനിത് ആവർത്തിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ എന്നിട്ടിങ്ങനെ രവി അച്ഛൻ പറഞ്ഞ കാര്യം നമ്മുടെ രേവതിയുടെ അമ്മ പറയും, രവിയേട്ടനോടൊന്ന് സൂചിപ്പിക്കായിരുന്നു നമുക്ക്, അത് പറയാത്തത് കൊണ്ട് രേവതിയോട് രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാനിനി എങ്ങനെ രവിയേട്ടൻ്റെ മുഖത്ത് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ അമ്മ പറയും. അപ്പോൾ ദേവ് പറയും, ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അമ്മ, ചേച്ചിയുടെ കല്യാണം നടക്കുന്നതിന് മുന്നേ നടന്ന കാര്യമല്ലേ, ചേച്ചി ആ വീട്ടിലെ മരുമകളായിട്ട് പോകുന്നുള്ള കാര്യം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവ് പറയും. എന്നിട്ട് നമ്മുടെ ശരത്ത് വന്നിട്ട് സോറി പറയും അമ്മയോട്. അപ്പോൾ വീണ്ടും ദേഷ്യപ്പെടും നമ്മുടെ രേവതിയുടെ അമ്മ, നീ എന്തിനാ എന്നോട് സോറി പറഞ്ഞു, നീ കാരണം ഇതല്ലേ സംഭവിച്ചത്, നീ അവിടെ രേവതിയുടെ അടുത്ത് ആ വീട്ടിൽ പോയിട്ട് മാപ്പ് ചെയ്തതെന്നൊക്കെ മാപ്പ് പറയാൻ പറയും. അപ്പോൾ ദേവ് ചോദിക്കും, അത് വേണോ അമ്മയെന്ന് ചോദിക്കും.
അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മ പറയും അത് വേണം, അല്ലെങ്കിൽ ചേച്ചിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല, ചന്ദ്ര അതിന് വിടില്ല, ചെറിയൊരു കാര്യത്തിന് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഓരോരോ കാരണം പറഞ്ഞ് നമ്മളെ ഇല്ലാത്തത് പറയുന്നതാണ്, ഇതിപ്പം വലിയൊരു ആയുധം കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് ശരത്ത് നേരെ രേവതിയുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ വരുമ്പം തന്നെ ആരും ഉണ്ടാവില്ല ഹാളിൽ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കയറും, ശരത്ത് ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ചന്ദ്രയായിരിക്കും. ചന്ദ്ര വന്നിട്ട് ചോദിക്കും, എടാ കള്ളച്ചെറുക്കാൻ നീ ഇങ്ങനെ വിളിക്കും, എന്നിട്ട് നീ എന്തിനാ ഉള്ളിലേക്ക് കയറിയത്, നീ മോഷ്ടിക്കാനാണോ വന്നത്, ആരുമില്ലാത്ത സമയം നോക്കി മോഷ്ടിക്കാനല്ലേ വന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതിയും അവിടെ എത്തും. പിന്നെ കാണിക്കുന്നതെല്ലാം പ്രമോയിലുള്ള പോലെ തന്നെയാണ്. അതായത് അപ്പോഴത്തേക്ക് രേവതി അവിടെ എത്തും. എന്നിട്ട് നീ എന്തിനാ വന്ന് ശരത്തിൽ ഇങ്ങനെ ചോദിക്കും, എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ചന്ദ്ര വീണ്ടും കളിയാക്കും, അത് എന്തിനാ വന്ന് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്, ആരുമില്ലാത്ത സമയം നോക്കി അവന് വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തിനും എന്നൊക്കെ പറയും. എന്നിട്ട് ഇങ്ങനെ അപമാനിക്കാൻ തുടങ്ങും. അച്ഛനും ഉണ്ടാവും അവിടെ എത്തിയിട്ട്, നിങ്ങൾ ഞാൻ വിചാരിച്ചു പൂ കിട്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, പക്ഷേ അതല്ലല്ലോ, നിങ്ങൾ മോഷ്ടിച്ചല്ലേ ജീവിക്കുന്നത്, തൊഴിലോ മോഷണം, വലിയൊരു അഭിമാനം പോലെ പുറത്തെല്ലാവരും ഇങ്ങനെ കാണിച്ചു നടക്കും. എന്നിട്ട് തൊഴിലെന്താ മോഷണം, നിങ്ങൾ അങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്നത്. രേവതി പറയും, അമ്മ വെറുതെ അനാവശ്യമായിട്ടൊന്നും വിളിച്ച് പറയാൻ പാടില്ല, എന്നിങ്ങനെ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയില്ലെന്ന് പറയും. അപ്പോൾ എന്നിട്ട് പറയും, നീ ഇങ്ങേരോടെങ്കിലും നിങ്ങൾക്ക് ഇദ്ദേഹത്തോടെങ്കിലും നിനക്ക് സത്യം പറയായിരുന്നു, നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ, ഇപ്പം കണ്ട വായി തുറക്കുന്നുണ്ടാ, ഒന്നും പറയാനില്ല, കാരണം നിങ്ങളുടെ തനി നിറം ഇപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിയും ശരത്തിനൊക്കെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ മോഷ്ടാവാണ്, ഇവൻ മോഷ്ടിക്കാൻ വന്നതാണ്, നിങ്ങളുടെ കുടുംബ പാരമ്പര്യം അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ ഇതാക്കാൻ തുടങ്ങും. അപ്പോൾ രേവതി പറയും, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഇതൊക്കെ കേൾക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നേ, നീ പൊയ്ക്കോ, നീ കോളേജിൽ പോയി, നീ വീട്ടിൽ പൊയ്ക്കോ എന്നിങ്ങനെ പറയും. അങ്ങനെ രേവതി ശരത്തിനെ ഇങ്ങനെ പുറത്തേക്ക് ആക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ശ്രുതി അവിടെ എത്തും. എന്നിട്ട് നീ എന്താണ് ഇവിടെ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പറയും, ഇവൻ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്, ആരുമില്ല സമയം നോക്കിയിട്ട് ഉള്ളിൽ കയറി മോഷ്ടിക്കാൻ വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ശരത്ത് പറയും, അല്ല ചേച്ചീനെ കാണാൻ വേണ്ടി വന്നതാണെന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ചന്ദ്രൻ ഇതിന് മുന്നേ പറയും, ചേച്ചിയെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ഓരോ സമയം വന്നിട്ട് ആദ്യം ചേച്ചി ഇങ്ങോട്ട് കെട്ടിച്ചൂടും, എന്നിട്ട് ഇങ്ങനെ ഓരോരൊക്കെ ചേച്ചീനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഓരോ സാധനം ഇങ്ങനെ അടിച്ചു മാറ്റി പോകാനല്ലേ നിൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പറയും. എന്നിട്ട് നിനക്ക് ഇവിടുത്തെ ബൈക്ക് കിട്ടിയിലൂടെ മോഷ്ടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോൾ ശ്രുതിയോട് പറയും, അപ്പം ശ്രുതി പറയും, എന്നിട്ട് അമ്മ ഇവൻ കയറി വരുന്നതിന് മുന്നേ കണ്ടിരുന്നോ, പിന്നെ ഹാളിലെത്തിയപ്പോൾ അല്ലേ അമ്മ കണ്ടതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ചന്ദ്ര പറയും, ഞാനിവനെ മുന്നേ ഒന്നും കണ്ടിട്ടില്ല, ഹാളിലെത്തി ഇവനിങ്ങനെ പരിങ്ങി കളിക്കുമ്പോഴാണ് ഞാൻ കണ്ടതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ആർക്കറിയാം ഇവന് എന്തെങ്കിലും അതിന് മുന്നേ എന്തായാലും മോഷ്ടിച്ചിട്ടുണ്ടാവും എന്ന് പറയും. ഇവൻ്റെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയും. എന്നിട്ട് ചന്ദ്ര പറയും, ഇവൻ്റെ ബാഗ് പരിശോധിക്കുമെന്ന് പറയും. അങ്ങനെ ബാഗ് ഇങ്ങനെ പിടിച്ച് വലിച്ചിതാക്കാൻ നോക്കും. രേവതി തടയും ആദ്യം, ഇവൻ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്, കോളേജിൽ പോകുന്ന വഴിക്ക് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് ബാഗിൽ ഇങ്ങനെ പരിശോധിക്കും. എന്നിട്ട് പ്രൊമോയിൽ കാണുന്ന തന്നെ എല്ലാം നിരത്തിടും. അപ്പോൾ ആ ബാഗിലൊന്നും ഉണ്ടാവില്ല, ബുക്കും എന്താ പറയുക ടിഫിനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രേവതി ഇങ്ങനെ പറയും, ഇപ്പം നിങ്ങൾക്ക് സമാധാനമില്ല, ഇപ്പം മനസ്സിലായില്ല ഒന്നുമില്ലയെന്ന്, ഇവൻ കോളേജിൽ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് കാണാൻ വന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ വേഗം പൊയ്ക്കോ മോനെ, കോളേജിൽ പൊയ്ക്കോ എന്നിങ്ങനെ പറയും. അപ്പോൾ വീണ്ടും ശ്രുതി അതിൽ ഇടപെട്ടിട്ട് ഇവനെ ഫുള്ളായിട്ട് പരിശോധിക്കണം എന്ന് പറയും. അതായത് ഷർട്ടിലോ പാൻറ്റിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷർട്ടും പാൻറ്റും ഒക്കെ ഈ പോക്കറ്റൊക്കെ ഇങ്ങനെ തപ്പും. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്തിന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കോളറിന് പിടിക്കും ശ്രുതിയുടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.